എൻ്റെ പൊന്നു കുടുംബക്കാരെ, നിങ്ങളിത് കാണുന്നുണ്ടോ? എൻ്റെ അമ്പു, ഇത് എന്തൊരു വ്യൂ ആണ്. ഇത് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ലോഡ്ജല്ല ഹോം സ്റ്റേ, നമ്മുടെ ഹോം സ്റ്റേന്ന് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ കിട്ടിയ വ്യൂ ആണ്. നമ്മളിനി മണ്ടാര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷേ മണ്ടില എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. സോറി ഭയ്യ. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് അങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള വ്യൂ ആണ്. ഒരു മോർണിംഗ് വ്യൂ ആണ്. അപ്പോൾ ഇപ്പം ഇത്ര വ്യൂ ആണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് എന്ത് വ്യൂ ആയിരിക്കും? ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സ്റ്റാർട്ടിങ് ആണ്. എൻ്റെ മോനെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അഗൈൻ റുബുൽ ഭയ്യ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. റുബുൽ ഭയ്യ കുറെ കൂടി സുന്ദരനായിട്ടുണ്ട്. പുള്ളി ജാക്കറ്റൊക്കെ ഇട്ട് ആകെ ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു കാര്യം പറയാം, പുള്ളിക്കാരൻ്റെ ലവ് മാരേജ് ആയിരുന്നു. പുള്ളി 22ാമത്തെ വയസ്സിൽ ഭാബിയെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് 26ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. പുള്ളിക്ക് 2 മക്കളാണ്. പുള്ളി വേറെ ലെവലാണ്. കാരണം നമ്മൾ കിഷോർ ഭായി കണ്ടത് ഒരു സൈലൻസ് ആയിരുന്നു. പക്ഷേ റുബുൽ ഭായിയുടെ കൂട്ടത്തിൽ വരുമ്പോൾ പുള്ളി നമ്മളെ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ച് പുള്ളി ഒരു വേറൊരു വൈബാണ്. പുള്ളിയുടെ ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, പുള്ളി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളി ഗൈസ് സെറ്റ് വൈബാണ്. നിങ്ങൾ അരുണാചൽ വരുന്ന സമയത്ത് ഈ മാജിക് എസ്കേപ്പിലും പോയിട്ട് ഞാൻ പുള്ളിയുടെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. പേഴ്സണൽ നമ്പർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. സോ എന്താ പറയുക, റുബുൽ ഭായി വേണമെന്ന് അവരോട് പറയാം, നിരുപുലിനോട്, അവരുടെ ഓണറോട്. ഗൈസ് ട്രസ്റ്റ് മീ, നിങ്ങളുടെ ട്രിപ്പ് നൈസ് ആയിരിക്കും എന്നാണ് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ്. കാരണം പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പുള്ളി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. പുള്ളിക്ക് ഈ റോഡൊക്കെ ബൈ ഹാർട്ടാണ്. മാപ്പ് പോലും യൂസ് ചെയ്യുന്നില്ല ഗൈസ്. അപ്പോൾ ഒരാൾ ഈ പഹാടിയിൽ മാപ്പ് പോലും യൂസ് ചെയ്യാൻ ട്രാവൽ ചെയ്യുന്ന പുള്ളിയുടെ ഒരു റേഞ്ച് നിങ്ങൾ ഊഹിച്ചു നോക്കിയേ. ഓക്കെ, അത് നോക്കിയേ. ഇത് ഭൂമിയിലെ സ്വർഗങ്ങളിൽ ഒന്ന് ഗൈസ്. ഞങ്ങൾ ഇനിയും തിരിച്ചിവിടേക്ക് വരും, അത് ഉറപ്പാണ്. ഞങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ, ഞങ്ങളതിൽ ഫണ്ടിന് ഷോർട്ടേജ് ഇല്ലെങ്കിൽ നമ്മൾ കാറ് ഒന്നും മേടിക്കത്തില്ല, നമ്മൾ പിന്നെയും ട്രാവൽ ചെയ്യാൻ വേണ്ടി വരും. നമ്മൾ ഈ അരുണാചലൊക്കെ പോകുമ്പോൾ നമ്മൾ എത്രയൊക്കെ റിസർച്ച് നടത്തിയാലും നമുക്ക് അറിയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ മേഘാലയ പോയ സമയത്ത് കോങ്ടോങ് ടൗൺ, നമ്മുടെ വിസിലിംഗ് വില്ലേജിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സോ അത് വഴിക്ക് പോകുന്ന ഒരാൾ പറഞ്ഞു തരാൻ അറിയാമെങ്കിൽ അത് ഭയങ്കര പോസിറ്റീവാണ്. എന്നാൽ റുബുൽ ഭായിയുടെ കേസിലോ അത് അങ്ങനെയല്ല. പുള്ളി വന്നിട്ട് നമുക്കൊരു മോൺസ്ട്രി, നമ്മുടെ ജുമേരിയ എന്താ ഹാങ്ങിങ് ബ്രിഡ്ജ്, ജമേരി ഹാങ്ങിങ് ബ്രിഡ്ജ്, അതൊക്കെ പുള്ളിയുടെ ഐഡിയാസ് ആയിരുന്നു ഗൈസ്. സോ നിങ്ങൾ സ്റ്റേ ട്യൂൺ, കണക്ട് ചെയ്തിരിക്കുക. നമ്മളിപ്പം പോകുന്ന മണ്ഡല ടോപ്പിലേക്കാണ്. ഇവിടുന്ന് സമുദ്രനിരപ്പിന് 10,000 അടിയിലേക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ മണ്ഡല ടോപ്പിലേക്കുള്ള ഈ യാത്രയ്ക്കിടയിൽ ഇവിടെയൊക്കെ ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ചെയ്യുക. അത് മാത്രമല്ല, ഈ നോക്കാത്ത ദൂരത്ത് മൂടൽ മഞ്ഞാണ് ഗൈസ്. കുടുംബക്കാരെ ഒരു കാര്യം മാത്രം എനിക്കറിയാം, നമ്മൾ മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ പുകവലിക്കുന്നതോ അല്ലെങ്കിൽ പാർട്ടീസ് ചെയ്യുന്നതോ അല്ല കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഞാൻ ശരിക്കും എനിക്ക് എന്നോട് തന്നെ ഷെയിം തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വാച്ചിനും ഷൂസിനും വേണ്ടി ഒരുപാട് കാശ് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് വാച്ചെന്നും ഷൂസ് എന്ന് വെച്ചാൽ പ്രാന്താണ്. എത്ര വാച്ച് എത്ര ഷൂസും കിട്ടിയാലും എനിക്ക് മതിവരില്ല. പക്ഷെ ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്നു അതൊക്കെ തെറ്റായിരുന്നു. നോക്കിയേ നിങ്ങൾ, ഈ കാഴ്ചകൾ കാണാൻ ഞാൻ കാശ് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ എവിടെയാണ് സ്പെൻഡ് ചെയ്യണത്? ഈ വാച്ചും ഷൂസും ഇട്ട് ഞാൻ ആരെ കാണിക്കാനോ അല്ലെങ്കിൽ എന്തിനാണ്? ഒരു വാച്ച് വേണം, ചിലപ്പോൾ 2 ടൈപ്പ് ഷൂ ആണ്. കാര്യം വെച്ചാൽ എന്താ, നമുക്ക് ട്രക്കിങ്ങിന് പോകുന്ന സമയത്തും ഒരു നോർമൽ ഓഫീസ് ഷൂ അല്ലെങ്കിൽ കാഷ്വൽ ഷൂ, ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. ഈ കാഴ്ചകൾ നമ്മൾ കാണാൻ നമ്മൾ എന്തിനാണ് കഴിച്ച് ജീവിക്കുന്നത്? ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അതൊക്കെയല്ലേ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ ലൈഫ് സ്റ്റൈലിനെ പോയിട്ട് എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഇനി ഒരിക്കലും പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകത്തില്ല, ഉറപ്പാണ്. കാരണം വാച്ചോ അല്ലെങ്കിൽ ഷൂസോ അല്ല കാര്യം, ഈ കാഴ്ചകളാണ് ജീവിതത്തിൽ മറക്കാതെ ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ തൊടുന്ന കുറേ നല്ല കാഴ്ചകൾ, കുറേ നല്ല മനുഷ്യർ. ഞാൻ എൻ്റെ രീതികൾ മാറ്റുകയാണ്, എൻ്റെ ജീവിതം മാറ്റുകയാണ്. എനിക്ക് ലക്ഷറി വേണം. ഞാൻ അന്ന് ഞാൻ ലക്ഷറിയുടെ ഒരാളെ അല്ല. പക്ഷേ എന്താ പറയുക, പക്ഷെ ഗൈസ് അല്ല ഗൈസ്, എന്തൊക്കെ ഉണ്ട് ഇതിൽ.
കുടുംബക്കാരെ വിശ്വസിക്കുമല്ലേ, നിങ്ങൾക്ക് വരണം. നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട്, ക്രേസി ഫാമിലി എന്ന സെൻസിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെല്ലാം കൂടി ചേർന്നിട്ട് യാത്രകൾ പോകണം. ആനന്ദോ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്നലത്തെ കോൺവെർസേഷന് ശേഷമാണ്, വെരി നെക്സ്റ്റ് ഡേ. കാരണം ഞാനും നീ നമ്മൾ കോൺവെർസേഷൻ നടത്തില്ലോ ഇന്നലേക്ക്, നമ്മൾ കൂർഗ് പോകുന്നത്. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ ആണ് ഞാനിപ്പോൾ പോകുന്നത് മണ്ഡല ടോപ്പിലേക്ക്. എടാ പോകാം നമുക്ക്. നീ അരുണാചൽ ആ ബൈക്കിൽ റൈഡ് ചെയ്യുന്നതൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നി. ശരത് ബ്രോ, ബിജുവളിയോ വാടാ, നമുക്ക് എല്ലാവരുടെയും പോകാം. നമ്മൾ എല്ലാവരുടെയും പോകുമ്പോൾ നമുക്ക് ഫണ്ട് പോലും ഒരുപാട് ആകും, നമുക്കത് സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷെ എല്ലാവരും ഒറ്റ കെട്ടായിട്ട് നമ്മൾ ആ ക്രേസി ഫാമിലി, ആ ഫാമിലിയുടെ ബോണ്ടിങ്ങിനുള്ളിൽ നിന്ന് നൈസാണ് ഗൈസ്. നിങ്ങൾ ആ കാഴ്ചകൾ കാണുന്നുണ്ടോ? ഇവിടെ മണ്ഡല ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ആ മണ്ഡല ടോപ്പിൽ നിന്ന് മണ്ഡല ടോപ്പിലേക്കുള്ള ഒരു യാത്രയ്ക്കുള്ള വ്യൂ ആണ്. ആ ചെറിയ ചെറിയ ഹാംലെറ്റ്സ് കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ കാട്ടിത്തരാം, ഞാൻ സൂം ചെയ്ത്. ഗൈസ് കണ്ടോ എന്തു എടാ ചേച്ചി, എനിക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളെ കാഴ്ചകൾ നോക്കി. വാവ് ഗൈസ്, നിങ്ങൾ നോക്കി, ഈ ഫോഗും ഇതും സൺലൈറ്റും ഉണ്ട്. ഈ ഒരു വ്യൂസ് എന്ന് പറയുന്നത് വല്ലാത്തൊരു വ്യൂ ആണ് ഗൈസ്. ഞാൻ നിങ്ങളൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. എഗൈൻ റൂബുൽ ഭായ് നമ്മൾ സജസ്റ്റ് ചെയ്താണ്, പുള്ളി വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതാണ്. നിങ്ങൾ നോക്കിക്കോളൂ. വന്നല്ലോ വനമാല ഗൈസ്. വാവ് വാവ് ഗൈസ്, നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങാതെ വരൂ ഗൈസ്. മാർവലസ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഐനറിയിൽ ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മുടെ റൂബുൽ ഭായ് കൊണ്ടുപോകും. നമ്മൾ ആദ്യം മൊണ്ട്ല പീക്ക് പോകാനായിരുന്നു നമ്മുടെ പ്ലാന്. പക്ഷെ അത് മാറിയിട്ട് റൂബുൽ ഭായ് നമ്മളെ കൊണ്ടുപോകുന്നത് ശുഭ് ഗലി, അതായത് നമ്മുടെ സുഖ്ബലി. ഓക്കെ, സോ അവന് ബലി, സോ സുഖ്ബലി എന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. അതായത് പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക, നമ്മുടെ റൂബുൽ ഭായിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹോം സ്റ്റേയിലുണ്ട്. അവൻ നല്ല റൊട്ടി, അതായത് ഹോം സ്റ്റേക്ക് ആകുമ്പോൾ പുള്ളിയുടെ സുഹൃത്തിൻ്റെ ആകുമ്പോൾ നമുക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ട്, വേറെ ടെൻഷനില്ല. റൊട്ടി കഴിക്കുക. അവിടുന്ന് സുഖ് ബലി എന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുക ചെയ്യുന്നത്. അവിടെ ഫ്ലവേഴ്സാണ്, കുറേ കാര്യങ്ങൾ കാണാനുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് ഇതൊരു ഹിഡൻ ജെമ്മാകും, അതാണ് എൻ്റെ വിശ്വാസം. കാരണം പുള്ളി ഇതുവരെ കാണിച്ചതൊക്കെയും ഓസം പ്ലേസസ് ആയിരുന്നു. ആ ജമീരിയ ഹാങ്ങിങ് ബ്രിഡ്ജും ആ കുന്നിന് മേലുള്ള മോൺസ്ട്രിയും ഒക്കെ. പാപ്പം ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ശുഭ് വാലിയിലേക്ക് ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. എന്താ പറയുക, ഞാൻ ശുഭ് ഗലി അല്ലായിരുന്നു, ശുഭ് വാലി ആയിരുന്നു. അവിടുത്തെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഗൂഗിൾ ഉൾപ്പെടെ എല്ലാം പറയുന്നത് ഒരു ഹിഡൻ ജെം എന്നാണ് പറയുന്നത്. ഹിഡൻ ജെം എന്ന സെൻസ് നമ്മുടെ തവാങ് സർക്യൂട്ടിലെ ഒരു ഹിഡൻ ജെം. ഇത് ലിറ്ററലി ഒരു ഹിഡൻ ജെം തന്നെയാണ്. അവിടെ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ ഫ്ലവർ സീസണാണ്, ഫ്ലോറൽ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഫ്ലവേഴ്സ് കാണാനാണ് പറഞ്ഞത്. നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ? വണ്ടി കൂടെ പോകുന്നത്. ഓ ഗൈസ് നോക്കി, നമ്മൾ എന്തോരം ഡീപ്പായിട്ട് ഇവിടെ ഇറങ്ങി നോക്കി. നമ്മൾ നദിയുടെ തീരത്തൂടെയൊക്കെ പോകുന്നത്. ഇതൊരു 100% ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷനാണ് ഗൈസ്. ഇതൊരു നമ്മുടെ ഹിഡൻ ജെം തന്നെയാണ് തവാങ് സർക്യൂട്ടിൽ കിടക്കുന്നത്. അത് ഞങ്ങളുടെ ലിസ്റ്റിൽ ഒന്നുമില്ലായിരുന്നു. ഇവിടെ കുറേ ഫ്ലവേഴ്സും മറ്റും കാണാൻ പറ്റുന്ന പുള്ളി പറയുന്നത് അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന്. പക്ഷേ ആ ഡ്രൈവ് ഈ ഡിറാങ് ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ മാറിയിട്ടാണ് കിടക്കുന്നത് നമ്മുടെ ഈ ശുഭ് വാലി. ഇവിടെ ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ എന്താ പറയുക, നമ്മുടെ റൂബുൽ ഭായിയുടെ ഫ്രണ്ടിൻ്റെ ഹോം സ്റ്റേ ആണ്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇത് കാണുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമുണ്ട് ഗൈസ്, ഈ കാഴ്ച എന്താ പറയുക, ഒരു നഷ്ടവുമില്ല. ഒരു ഓഫ് റോഡ് റൈഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് പുള്ളി തരുന്നത്. നമ്മുടെ ഫസ്റ്റ് കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകും ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമുക്കത് ആ സീനറി പുറത്തേക്കാണ്. ഒരു ഓംലെറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചക്വാലി ഹോം സ്റ്റേയിലേക്കാണ്. അത് നമ്മുടെ ഈ പുള്ളിക്കാരൻ നമ്മുടെ റൂബുൽ ഭായ് കൊണ്ടുവന്ന ഇവിടേക്കാണ്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഇതൊരു ഓപ്ഷനാണ്. എത്ര റേറ്റ് ഒന്നും എനിക്ക്. നിങ്ങൾ കാഴ്ചകൾ നോക്കി. ഇതാണ് ഈ കാഴ്ചകൾ. ഇത്രയും നല്ലൊരു പീസ്ഫുൾ പ്ലേസിൽ നിങ്ങൾക്കൊരു ഹോം സ്റ്റേ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര
അത്ര മോശപ്പെട്ടൊരു കാര്യമല്ല. ഇത് അവരുടെ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ തന്നെയാണ് ലൈവായിട്ട് കുക്ക് ചെയ്യുന്നത്. പുള്ളി ഇന്ന് കുക്ക് ചെയ്യുന്നുണ്ട് ലൈവായിട്ട്. ഹായ് ബോലേഗാ. സോ ഭയങ്കര എക്കോ ഫ്രണ്ട്ലിയാ ഗൈസ്. പുള്ളി ഭായി വന്നിട്ട് പുള്ളി അകത്തിരുന്നു. പുള്ളി കിച്ചണിൽ കയറുന്ന ഫുഡ് കഴിക്കുക, ചോറായി ഗൈസ്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ചക്വാലിയിലേക്കുള്ള ചക്വാലിയിൽ എന്താ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് എനിക്കല്ല. പക്ഷേ ഇവിടുത്തെ ഒരു ഹോം സ്റ്റേ വന്നിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. അത് വർത്ത് വിസിറ്റ് തന്നെ ആയിരുന്നു. കാരണം ഈ ഇത്രയും ഒരു നേച്ചർ ഫ്രണ്ട്ലി ഒരു ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഇത് അവിടെ കണ്ടു നിങ്ങൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കി കിടക്കുന്നത്. ടു ഡേഞ്ചറസ് ഗൈസ്. ആ ബിൽഡിംഗ് ഭയങ്കര അപകടപര അവസ്ഥയിലാണ്. നമുക്ക് നോക്കാം ചക്വാലി നമുക്ക് എന്താ കാത്തിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് തിരിച്ച് ചക്വാലിയിലേക്ക് നമ്മൾ ശരിക്കുള്ള ഒരു വ്യൂയിങ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയൊക്കെ നേരത്തെ മഴ വരുന്ന സമയത്ത് വെള്ളം കയറുമെന്നാണ് പറയുന്നത്. അതാണ് ആ കല്ലുകളൊക്കെ വന്ന് കിടക്കുന്നത്. എന്ത് പറഞ്ഞാലും ശരി തന്നെയാണ്. ഈ പുള്ളിക്കാരൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുപോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഡെസ്റ്റിനേഷൻ, ആ ഒരു ഹോം സ്റ്റേ വകുത്തിട്ടായിരുന്നു, ആ കാഴ്ചകൾ വകുത്തിട്ടായിരുന്നു. ഇനി ചുക്വാലി നോക്കാം. ചുക്വാലിങ് പക്ഷെ എനിക്ക് ഞാൻ വളരെ പോസിറ്റീവായിട്ട് വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് വയ്ക്കുന്ന ഒരാളാണ് അതിനെക്കുറിച്ചിട്ട്. കാരണം ഇതുവരെയ്ക്കും പുള്ളി ഡേ 2 ആയിട്ടുള്ളൂ. പക്ഷെ ഇതുവരെയ്ക്കും പുള്ളി നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനെ നെഗറ്റീവ് ആക്കിയിട്ടില്ലല്ലോ. നിങ്ങൾ കണ്ടു ആ കാഴ്ചകൾ. ഇവിടെ കിവി ഒരുപാട് അവർ ഫാം ചെയ്യുന്നതാണ് പറഞ്ഞത്. കിവി ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ ചക്വാലിക്കുള്ള കാഴ്ചകളൊന്നും ഞാൻ ഒരു രക്ഷയുള്ളൂ ഗൈസ്. കാരണം എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു 6 കിലോമീറ്റർ ഇച്ചിരി ഉള്ളിലേക്ക് വന്നാലും ഇതൊരു വർത്ത് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. മീൻസ് ആ പ്ലേസ് എത്തിയിട്ടില്ല, ആ അറ്റ്ലീസ്റ്റ് പോകുന്ന സമയത്തുള്ള കാഴ്ചകൾ. ഇവർ നമ്മുടെ നാട്ടുകാരെ പോലെ അല്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ചോറ് കഴിക്കുക മാത്രമല്ല, ചോറ് ഉണ്ടാക്കുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടുകാർ എന്താ ചെയ്യുന്നത്? നമ്മുടെ മലയാളീസ് നമുക്ക് ചോറ് വേണം, എന്നാലും കൃഷി ചെയ്യാൻ വയ്യ. ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ എല്ലാവരും കണക്കാണ്. നമ്മൾ വേറെ ജോലിയൊക്കെ നോക്കി പോവുകയാണ്. അപ്പോൾ അറിയില്ല, കുറേ നല്ല ശീലങ്ങൾ കാണുന്നുണ്ട്, കുറേ നല്ല ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട് ഈ യാത്രയിലുടനീളം. നമ്മളിപ്പോൾ ചുക് പസാങ് വില്ലേജ്, അതായത് ചുക്വാലിയുടെ ചുക് പസാങ് വില്ലേജിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചുക് വാലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എൻ്റെ ഫ്ലവേഴ്സിൻ്റെ സീസൺ ആയിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ നമ്മുടെ ഗൂഗിൾ പേ പറഞ്ഞത്. ഇന്ന് കാഴ്ച കണ്ടോ മേളിലേക്കുള്ള. ഈ പഹാടിയുടെ മുകളിൽ അവർ നെൽകൃഷി നടത്തുന്നെങ്കിൽ എന്തുമാത്രം അധ്വാനികളാണെന്ന് ചിന്തിച്ചു നോക്കി. നമ്മളൊക്കെ എന്തോരം ഫലപുഷ്ടമായ മണ്ണും സറൗണ്ട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് നമ്മൾ ആരും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പാടം നികത്തി ഷോപ്പിംഗ് മാളുകൾ പണിയാനും ലാസ്റ്റ് അവിടെ വേറൊന്നും ചെയ്യാൻ ആൾക്കാരില്ലാതെ വെറുതെ കിടക്കാനാണോ താല്പര്യം. ഇത് കണ്ടോ, ഭയങ്കര വിഷമം തോന്നുന്നില്ലേ? കേരളം എന്ന് പറയുന്നത് ദൈവത്തിന് സ്വന്തം നാടാണ്. ഷിപ്പാണോ അല്ലെങ്കിൽ അത് വേറെ ചോദ്യം. പക്ഷേ ഇവിടെ ഈ ഇത്രയും മോശപ്പെട്ട ക്ലൈമറ്റിനോട് ഫൈറ്റ് ചെയ്ത് ഇവർ നെൽകൃഷികളും ഒക്കെ ചെയ്യുമ്പോൾ ഇവരെ ബഹുമാനിക്കണം. എനിക്ക് ഇവരുടെ ബഹുമാനം തന്നെയാണ്. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്ന സൈഡിൽ കുറേ ഫ്ലവേഴ്സ് കാണുന്നു. പക്ഷേ പുള്ളി ഇവിടെ ഫ്ലവേഴ്സിൻ്റെ സീസൺ തീർന്നൊന്നും പുള്ളി നമ്മളിപ്പോൾ കാണുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ വരുമ്പോൾ ഈ സ്ട്രീറ്റ് ഫുള്ള്, അതായത് ഇവിടെ ഫുള്ള് കുറച്ചൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് ഫ്ലവേഴ്സ് എന്നാണ് പുള്ളി പറഞ്ഞത്. വാലി ഫുള്ള് അപ്പുറവും ഇപ്പുറവും ഒക്കെ ഫ്ലവേഴ്സ് നിറഞ്ഞു നിൽക്കും എന്നാണ് പുള്ളി പറയുന്നത്. കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാടില്ല. നമുക്ക് ആ മെയിൻ ടൗണിലേക്ക് അല്ലെങ്കിൽ മെയിൻ ഹാംലെറ്റിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ആ സീസൺ കഴിഞ്ഞു എന്നത് തന്നെയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. പക്ഷേ ഇതൊരു വില്ലേജാണ്. ഫ്ലവേഴ്സ് കാണാൻ പറ്റിയില്ലയോ? പക്ഷെ പേഴ്സണലി ഞാൻ ഒന്ന് ഹാപ്പിയാണോടാ. കാര്യം നമ്മൾ കുറേ നല്ല വിഷ്വൽസ് കണ്ടു. ഒരു അരുണാചൽ വില്ലേജ്, നമ്മുടെ പർവ്വതത്തിൻ്റെ കീഴിലുള്ള ഒരു വില്ലേജ് നമ്മൾ കാണുന്നുണ്ട് ഗൈസ്. ഇവരുടെയൊക്കെ ഒരു നോർമൽ ലൈഫ് നോക്കി.
ഓക്കെ വാട്ടവർ. എന്തായാലും ഇത് നിങ്ങൾ വന്ന് വഴിയോ വിസിറ്റ് ചെയ്യുക, കാരണം ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ അല്ലേ അമ്മേ. ഇതൊരു നല്ല മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗൈസ്. നിങ്ങൾ ഇച്ചിരി സിറ്റീനൊക്കെ നിങ്ങളൊരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് മുകളിലേക്ക് നമുക്ക് ട്രക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് നിങ്ങൾക്കൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു വളരെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ദിവസം ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് അത്രയും സമയമില്ല, ഞങ്ങളിവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ ഇത് ഇപ്പം തിരിച്ചു പോവുകയാണ്. അവരാമേ വാലി ഓഫ് ഫ്ലവേഴ്സ് അല്ല, ചക് വാലിയിൽ നിന്നും ഗൈസ് അയ്യോ എന്ത് രസമുള്ളൊരു വില്ലേജ് നോക്കിയേ. ഒരു ഓതന്റിക് അരുണാചൽ വില്ലേജ് ഫ്ലവേഴ്സ്. ഇവിടെ CM എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് പോവാണ് ഗൈസ്. ഈ ഫ്ലവേഴ്സാണ് നിങ്ങൾ കാണുന്ന, ഈ ഫ്ലവേഴ്സാണ് നമ്മുടെ ഈ സീസൺ. എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മളൊരു ഏർലി സെപ്റ്റംബറിലൊക്കെ വരേണ്ടി വരും കേട്ടോ. ഒക്ടോബർ ഏർലി. അപ്പോൾ നമ്മൾ ഇതിനെ കണ്ടുകൂടാ ഗൈസ്. അപ്പോൾ നമ്മൾ ചക് വാലി കാണണമെങ്കിൽ, നമ്മൾ ഫ്ലവേഴ്സ് കാണണമെങ്കിൽ ഒക്ടോബർ ഒരു ഹാഫൊക്കെ ആകുമ്പോൾ വരിക. നവംബർക്ക് ആകുമ്പോൾ സീസൺ ഓൾമോസ്റ്റ് തീരാതെ. നമ്മൾ കുറേ ഫ്ലവേഴ്സ് കണ്ടു, പക്ഷെ മൊത്തം നമുക്ക് കാണാൻ പറ്റിയില്ല. ഇവിടെ CM ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. നമുക്ക് എന്താ പറയുക, ഇപ്പം തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് ഇന്നലെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ചക് വാലി വില്ലേജിൽ നിന്ന് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ലവ് യു ഓൾ. CM കോൺവോയാണ് പോകുന്നത്. പുള്ളിക്കാരൻ ഇവിടെ ഒരു ചക് വാലി വില്ലേജിലേക്ക് വിസിറ്റ് ചെയ്യണം. ഇതിലേതാണ് പുള്ളിയുടെ വണ്ടി എന്ന് എനിക്കറിയില്ല. പുള്ളി ഇതിലേതിലാണ് ഇരിക്കുന്നതെന്നറിയില്ല. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തോന്നുന്നു. എന്തെങ്കിലും ഒരു കുറവുമില്ല. एम्बुलेंस दो, अभी ये सब समझा गिरे।